പ്രേക്ഷകർക്കും ഗൾഫ് ടുഡേയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീനിധി പ്രദീപ്. നോക്കാം വാർത്തകൾ വിശദമായി. ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കയ്ക്ക് പൂർണ്ണ നിയന്ത്രണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US നാവികസേനയുടെ അനുവാദമില്ലാതെ ഒരു കപ്പലിനും ഹോർമുസ് കടക്കാനാകില്ല. കരാറിനായി ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ ഹോർമുസിനെ പൂർണ്ണമായ നിയന്ത്രണത്തിലാക്കിയെന്നും ട്രംപ്. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് പ്രതികരണം. ഇറാനെ ഇത് കഠിന സമയമാണെന്നും അവരുടെ നേതാവ് ആരെന്ന് അവർക്ക് കണ്ടെത്താനാകുന്നില്ലെന്നും ഡൊണാൾഡ് ട്രംപ്. ഹോർമുസിൽ മൈനുകൾ സ്ഥാപിക്കുന്നവർക്ക് നേരെ വെടിയുതിർക്കാൻ നാവികസേനയ്ക്ക് ഉത്തരവ് നൽകിയിട്ടുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാനിലേക്ക് യാത്ര ചെയ്യരുതെന്ന കർശന നിർദ്ദേശവുമായി ഇന്ത്യൻ പൗരന്മാർക്ക് കരമാർഗമോ വ്യോമമാർഗമോ യാത്ര ചെയ്യരുതെന്ന് ഇറാനിലെ ഇന്ത്യൻ എംബസി. ഇന്ത്യക്കും ഇറാനുമിടയിൽ വിമാന സർവീസുകൾ ആരംഭിക്കുമെന്ന വാർത്തകൾക്കിടെയാണ് മുന്നറിയിപ്പ്. പാക് വിമാനങ്ങൾക്കെതിരെയുള്ള വ്യോമപാത വിലക്ക് നീട്ടി ഇന്ത്യ. അടുത്ത മാസം 24 വരെയാണ് വിലക്ക് നീട്ടിയത്. നേരത്തെ ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് ഇന്ന് അവസാനിച്ചതോടെയാണ് പുതിയ നടപടി. ആരോഗ്യ മേഖലയിൽ ആശ്വാസ പ്രഖ്യാപനവുമായി UAE. സർക്കാർ ആശുപത്രികളിലും ഇനി ഇൻഷുറൻസ് കാർഡ് ഉപയോഗിച്ച് സൗജന്യ ചികിത്സ ലഭ്യമാകും. വിവിധ ഇൻഷുറൻസ് കമ്പനികളുമായി എമിറേറ്റ്സ് ഹെൽത്ത് സർവീസ് കരാറിലെത്തി. എമിറേറ്റ്സ് ഹെൽത്ത് സർവീസിന്റേതാണ് സുപ്രധാന പ്രഖ്യാപനം. സ്വകാര്യ ആശുപത്രികളിൽ മാത്രം ലഭിച്ചിരുന്ന ഇൻഷുറൻസ് ചികിത്സ ഇനി സർക്കാർ ആശുപത്രികളിലും ലഭ്യമാകും. ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകൾ സ്വീകരിക്കുമെന്ന് എമിറേറ്റ്സ് ഹെൽത്ത് സർവീസ് വ്യക്തമാക്കി. 20ലധികം ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുമായി എമിറേറ്റ്സ് ഹെൽത്ത് സർവീസ് കരാറിലെത്തിയിട്ടുണ്ട്. പൗരന്മാർക്കും താമസക്കാർക്കും സർക്കാർ ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും ആശുപത്രികളും ക്ലിനിക്കുകളും കൂടുതൽ ജനകീയമാക്കുന്നതിൻ്റെയും ഭാഗമായാണ് തീരുമാനം. UAEയിൽ ഉടനീളം 17 ആശുപത്രികളും 61 പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുമാണുള്ളത്. എല്ലായിടങ്ങളിലും ഇൻഷുറൻസ് സേവനങ്ങൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. സർക്കാർ ആശുപത്രികളും ക്ലിനിക്കുകളും കൂടുതൽ ജനകീയമാക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിരുന്നു. നേരത്തെ പരിമിതമായ രോഗികൾക്ക് മാത്രമായിരുന്നു ഇൻഷുറൻസ് പോലെയുള്ള ആനുകൂല്യങ്ങൾ ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ആശ്വാസകരമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. 24 ദുബായ്. സൗദിയിലെ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വദേശികളുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചു. ആകെ ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം 8 ലക്ഷം കവിഞ്ഞപ്പോൾ അതിൽ പകുതിയിലധികം പേരും സ്വദേശികളാണെന്ന് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഡോക്ടർമാർ, ഫാർമസിസ്റ്റുകൾ തുടങ്ങി എല്ലാ മേഖലകളിലും സ്വദേശി സാന്നിധ്യം ഗണ്യമായി കൂടി. സൗദി ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ സെന്റർ ഫോർ ഹെൽത്ത് വർക്ക് ഫോഴ്സ് പ്ലാനിംഗ് ആണ് ഏറ്റവും പുതിയ കണക്ക് പുറത്തുവിട്ടത്. റിപ്പോർട്ട് പ്രകാരം ആകെ 8 ലക്ഷം വരുന്ന ആരോഗ്യ പ്രവർത്തകരിൽ 4.5 ലക്ഷത്തിലധികം പേരും ഇന്ന് സൗദി പൗരന്മാരാണ്. 2018-ൽ 31% സ്വദേശി ഡോക്ടർമാരുടെ അനുപാതം 2026ഓടെ 40% ഉയർന്നു. പ്രത്യേകിച്ച് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ എണ്ണത്തിൽ 2015 ശേഷം 295% വളർച്ച രേഖപ്പെടുത്തി. ദന്തചികിത്സാ രംഗത്താണ് ഏറ്റവും വലിയ മുന്നേറ്റമുള്ളത്. ഈ മേഖലയിലെ സ്വദേശികളുടെ എണ്ണം 32,000 കടന്നു. അതായത് 357% വളർച്ച. 1 ലക്ഷം പേർക്ക് 107.6 ദന്ത ഡോക്ടർമാർ എന്ന നിലയിലേക്ക് ഉയർന്നു. ഇത് G20 രാജ്യങ്ങളിലെ ശരാശരിയേക്കാൾ വളരെ കൂടുതലാണ്. ഫാർമസി മേഖലയിലും സ്ഥിതി വ്യത്യസ്തമല്ല. നേരത്തെ 32%ആയിരുന്ന സ്വദേശി ഫാർമസിസ്റ്റുകൾ ഇപ്പോൾ 52%ആയി വർദ്ധിച്ചു. നഴ്സിംഗ് മേഖലയിൽ ആകെയുള്ള 2.9 ലക്ഷം പേരിൽ 1 ലക്ഷത്തിലേറെ പേരും സ്വദേശികളാണ്. മെഡിക്കൽ സയൻസ് പോലുള്ള ശാസ്ത്രീയ മേഖലകളിൽ 87% ജീവനക്കാരും സൗദി പൗരന്മാരാണ് എന്നും റിപ്പോർട്ട് പറയുന്നു. പരിശീലന രംഗത്തെ പരിഷ്കരണമാണ് ഈ നേട്ടത്തിന് പിന്നിലെ പ്രധാന ഘടകം. 11,000-ഓളം പുതിയ ട്രെയിനിംഗ് സീറ്റുകൾ അനുവദിച്ചതും 40,000-ഓളം പേർക്ക് പ്രത്യേക പരിശീലനം നൽകിയതും ഈ മാറ്റത്തിന് വേഗത കൂട്ടി. സ്വകാര്യ മേഖലയിൽ നിലവിൽ 55% ജീവനക്കാരും സ്വദേശികളാണെന്നും റിപ്പോർട്ട് പറയുന്നു. 24 ജിദ്ദ. ഗതാഗത മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ തുടർന്ന് UAE മെട്രോയുടെ ഗോൾഡ് ലൈൻ പദ്ധതി ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പ്രഖ്യാപിച്ചു. 34 ബില്യൺ ദിർഹം ചെലവിട്ടുള്ളതാണ് പുതിയ പദ്ധതി. ഡ്രൈവറില്ല ടാക്സി നിരത്തിലിറങ്ങിക്കഴിഞ്ഞു. ഫ്ലൈയിങ് ടാക്സി ആകട്ടെ അവസാനവട്ട ഒരുക്കത്തിലാണ്. ദുബായ് ലൂപ്പിന്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു.
എത്തിഹാദ് റെയിൽ താമസിയാതെ ഓടിത്തുടങ്ങും. അതിനിടയിൽ ഇതാ അത്ഭുത ചെപ്പ് തുറന്ന് ദുബായിയുടെ അടുത്ത പ്രഖ്യാപനം വന്നിരിക്കുന്നു. മെട്രോ ഗോൾഡ് ലൈൻ. നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ നീളുന്നതാണ് മെട്രോ ഗോൾഡ് ലൈൻ. പൂർണ്ണമായും ഭൂമിക്കടിയിലൂടെയുള്ള സഞ്ചാരം. അൽഖുബൈവ മുതൽ ജുമൈറ ഗോൾഡ് എസ്റ്റേറ്റ് വരെയുള്ള 15 തന്ത്രപ്രധാന മേഖലകളെ ബന്ധിപ്പിച്ചാകും സർവീസ് നടത്തുക. 34 ബില്യൺ ദിർഹം ചെലവഴിച്ചാകും പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിനിടയിൽ മെട്രോ ബ്ലൂ ലൈനും പൂർത്തിയാക്കും. ഗോൾഡ് ലൈൻ 2033 സെപ്റ്റംബർ 1 തുറക്കാനാണ് തീരുമാനം. ലോകത്തെ ഏറ്റവും മികച്ച നഗരമാകാനുള്ള ദുബായിയുടെ കുതിപ്പിൽ നിർണായക ചുവടുവെപ്പാണ് ഗോൾഡ് ലൈൻ എന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂം പറഞ്ഞു. 15 ലക്ഷം പേർക്ക് പദ്ധതിയുടെ ഗുണം ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷ. 24 ദുബായ്. രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കെതിരെ ജുമാ പ്രഭാഷണം നടത്താൻ യുഎയിലെ പള്ളികളിൽ നിർദ്ദേശം. ഔഖാഫ് മന്ത്രാലയമാണ് നിർദ്ദേശം നൽകിയത്. ഇറാനിലെ ഭീകര സംഘവുമായി ബന്ധമുള്ള 27 പേരെ കഴിഞ്ഞ ദിവസം യുഎയിൽ പിടികൂടിയിരുന്നു. രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നവർ നമ്മളിൽപ്പെട്ടവരല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന തരത്തിൽ ജുമാ പ്രഭാഷണം നടത്താനാണ് യുഎയിലെ പള്ളികൾക്ക് മതകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നാളത്തെ ജുമാ നമസ്കാര ഖുതുബയിൽ ഇമാമുമാർ ഈ വിഷയത്തിൽ പ്രഭാഷണം നടത്തും. ഭീകരവാദ പ്രവർത്തനങ്ങളും രാജ്യദ്രോഹ പ്രവർത്തനങ്ങളും ഗുരുതരമായ കുറ്റകൃത്യമാണെന്ന് കുട്ടികളെ ഉൾപ്പെടെ ഉദ്ബോധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിർദ്ദേശം. മതപരമായി ഇക്കാര്യങ്ങൾ വലിയ തെറ്റാണെന്ന സന്ദേശം ഖുതുബയിലുണ്ടാകും. കഴിഞ്ഞ ദിവസം ഇറാൻ ബന്ധമുള്ള തീവ്രവാദ സംഘടനയുമായി ബന്ധപ്പെട്ട 27 പേരെ അബുദാബിയിൽ അറസ്റ്റ് ചെയ്തിരുന്നു. രാജ്യത്തിന്റെ ഐക്യം തകർക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നും വിവിധ വിഭാഗങ്ങളിലേക്കുള്ള ഇക്കൂട്ടരുടെ നുഴഞ്ഞുകയറ്റം തടയാൻ സാധിച്ചതായും അധികൃതർ പറയുന്നു. മേഖലയിലെ സംഘർഷ സമയത്ത് നിരവധി വിഘടനവാദ പ്രവർത്തനങ്ങൾ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. വ്യാജ വാർത്തകളുമായി സമൂഹ മാധ്യമങ്ങളിൽ കളം പിടിച്ചവരിലും ഇത്തരക്കാരുണ്ടായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. രാജ്യദ്രോഹ പ്രവർത്തനങ്ങളെ നേരിടാൻ പൊതുജനങ്ങളെ കൂട്ടുപിടിച്ചുള്ള ക്യാമ്പയിന് തുടക്കമിട്ടിരിക്കുകയാണ് ദുബായ് പോലീസ്. കാര്യത്തിന്റെ ഗൗരവം താഴെത്തട്ടിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ജുമാ പ്രഭാഷണ വിഷയമായി കൂടി ഇക്കാര്യം പരിഗണിക്കാൻ ഔഖാഫ് നിർദ്ദേശം നൽകിയത്. 24 ദുബായ്. നൈജീരിയയിൽ വീണ്ടും ഭീകരാക്രമണം. ബോർണോ, അഡമാവ സംസ്ഥാനങ്ങളുടെ അതിർത്തി ഗ്രാമങ്ങളിൽ ഭീകരർ നടത്തിയ വെടിവെപ്പിലും ആക്രമണത്തിലും 20 പേർ കൊല്ലപ്പെട്ടു. മണിക്കൂറുകളോളം നീണ്ടുനിന്ന ആക്രമണങ്ങൾക്കൊടുവിൽ ഗ്രാമങ്ങൾ കൊള്ളയടിച്ചാണ് ഭീകരർ മടങ്ങിയത്. നൈജീരിയൻ ജനതയെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ബോക്കോ ഹറം ഭീകരർ വീണ്ടും അക്രമം അഴിച്ചുവിട്ടു. ബോർണോ സംസ്ഥാനത്തെ അസ്കിര ഉബ, അഡമാവയിലെ ഹോങ് എന്നീ തദ്ദേശ സ്വയംഭരണ മേഖലകളിലാണ് ചൊവ്വാഴ്ച വൈകുന്നേരം ആക്രമണമുണ്ടായത്. മോട്ടോർ സൈക്കിളുകളിൽ മാരകായുധങ്ങളുമായി എത്തിയ ഭീകരർ അതിർത്തി ഗ്രാമങ്ങളായ പുബാഗു, മായോ, ലാഡെ എന്നിവിടങ്ങളിൽ ഒരേ സമയം ആക്രമണം നടത്തി. ആക്രമണം നടന്ന 2 ഗ്രാമങ്ങളിലും ജനങ്ങൾ പരിഭ്രാന്തരായി ചിതറിയോടി. വീടുകൾക്ക് തീയിട്ട ഭീകരർ ഗ്രാമീണരുടെ സ്വത്തുക്കളും ഭക്ഷണവും കൊള്ളയടിച്ചു. അസ്കിര ഉബ ലോക്കൽ ഗവൺമെന്റ് ചെയർമാൻ മദ സൈദു പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ബോർണോയിലെ പുബാഗു ഗ്രാമത്തിൽ 11 പേരും അഡമാവയിലെ മായോ ലാഡെ ഗ്രാമത്തിൽ 9 പേരും കൊല്ലപ്പെട്ടു. ഗ്രാമത്തിലുണ്ടായിരുന്ന പ്രാദേശിക സുരക്ഷാ സേനകളായ ഹണ്ടേഴ്സിനും വിജിലൻസ് ഗ്രൂപ്പുകളും ആക്രമികൾ പരാജയപ്പെടുത്തി. ഈ മാസം 16-ന് മുസ ഗ്രാമത്തിൽ നടന്ന ആക്രമണത്തിൽ 4 സൈനികരടക്കം 5 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെ നടന്ന ഈ വലിയ കൂട്ടക്കുരുതി മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങളെ ചോദ്യം ചെയ്യുകയാണ്. 24 നൈജീരിയ. നഗരവികസനത്തിന്റെ ഭാഗമായി ജിദ്ദ നഗരത്തിലെ പ്രധാന വാഹന വിപണിയായ കാർ ഹറാജും സമീപത്തെ വർക്ക്ഷോപ്പുകളും പൊളിച്ചു നീക്കുന്നു. റോഡിന് വശങ്ങളിലുള്ള സ്ഥാപനങ്ങൾ നഗര സൗന്ദര്യവൽക്കരണ പദ്ധതിക്കായാണ് പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാന്റെ നിർദ്ദേശപ്രകാരം മാറ്റുന്നത്. ആയിരക്കണക്കിന് പ്രവാസികളെ ബാധിക്കുന്ന നീക്കം നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന വലിയ വികസന പദ്ധതികളുടെ ഭാഗമാണ്. ജിദ്ദ നഗരത്തെ കൂടുതൽ സുന്ദരമാക്കാനും ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുമുള്ള ബൃഹത്തായ പദ്ധതിയുടെ ഭാഗമായാണ് കാർ ഹറാജിലെയും ജൌഹറ ഏരിയയിലെയും വാഹന വർക്ക്ഷോപ്പുകളും ഷോറൂമുകളും ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ നീക്കം ചെയ്യുന്നത്. ഇതിന്റെ മുന്നോടിയായി ജിദ്ദ മുനിസിപ്പാലിറ്റി പ്രദേശത്ത് ബോർഡുകൾ സ്ഥാപിക്കുകയും സ്ഥാപനങ്ങൾക്ക് മുന്നിൽ സ്റ്റിക്കറുകൾ പതിച്ചു തുടങ്ങുകയും ചെയ്തു. പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ റോഡിന് വശങ്ങളിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളും എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകണമെന്നാണ് അധികൃതരുടെ കർശന നിർദ്ദേശം. മലയാളികൾ ഉൾപ്പെടെ ഒട്ടനവധി വിദേശികൾ ജോലി ചെയ്യുന്ന വലിയൊരു മേഖലയാണത്.
മലയാളി മാനേജ്മെന്റുകൾക്ക് കീഴിലുള്ള നിരവധി വർക്ക്ഷോപ്പുകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നൂറുകണക്കിന് മലയാളികൾ ജോലി ചെയ്യുന്ന സ്ഥലം എന്ന നിലയിൽ പെട്ടെന്നുള്ള ഈ മാറ്റം പ്രവാസികൾക്ക് പ്രയാസമുണ്ടാക്കുന്നുണ്ടെങ്കിലും നഗരത്തിന്റെ വികസനത്തോടൊപ്പം ചേരുന്നതിലെ സന്തോഷം പലരും പങ്കുവെക്കുന്നു. ദീർഘകാലമായി ഇവിടെ വർക്ക്ഷോപ്പ് നടത്തുന്ന വാസു വെള്ളത്തേടത്ത് ഉൾപ്പെടെയുള്ളവർ ഈ വികസന സ്വപ്നത്തെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. പക്ഷെ നമ്മളിപ്പോൾ പെട്ടെന്നായതുകൊണ്ട് മാറ്റുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട്. എന്തായാലും വികസനത്തിന്റെ ഭാഗമായതുകൊണ്ട് നമുക്ക് സന്തോഷമുണ്ട്. ഏതായാലും അടുത്ത ഏരിയ പെട്ടെന്ന് സെറ്റായതിന് ശേഷം എല്ലാ കസ്റ്റമേഴ്സിനെയും എല്ലാവരെയും അറിയിക്കും. ആരും വിഷമിക്കൊന്നും വേണ്ട, നമ്മൾ പെട്ടെന്ന് തന്നെ ശരിയാക്കും അടുത്ത ഏരിയ. അപ്പോൾ എല്ലാവരോടും സന്തോഷം. നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി നമ്മളെല്ലാവരും സഹകരിക്കണം. അപ്പോൾ അതുകൊണ്ട് സന്തോഷമുണ്ട്. എങ്കിലും പെട്ടെന്നായതുകൊണ്ടുള്ളൊരു ചെറിയ വിഷമമുണ്ട്. ഏതായാലും പെട്ടെന്ന് തന്നെ കൂടുതൽ വൈകാതെ തന്നെ അടുത്ത ഏരിയ ഞങ്ങൾ ശരിയാക്കും. നിശ്ചിത സമയത്തിനകം ഉടമകൾ കെട്ടിടം പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ അധികൃതർ നേരിട്ട് നടപടി സ്വീകരിക്കും. അത്തരം സാഹചര്യത്തിലുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് മുനിസിപ്പാലിറ്റി ഉത്തരവാദിയായിരിക്കില്ലെന്നും അറിയിപ്പിലുണ്ട്. അതേസമയം നിലവിലെ കാർ ഷോറൂമുകൾ ജിദ്ദയിലെ തെക്ക് ഭാഗത്തുള്ള ജിസാൻ റോഡിലെ പുതിയ കേന്ദ്രത്തിലേക്ക് മാറ്റി സ്ഥാപിക്കുമെന്ന് മുനിസിപ്പാലിറ്റി വക്താവ് മുഹമ്മദ് അൽ ബഖാമി അറിയിച്ചു. പുതിയ സ്ഥലത്ത് ആവശ്യമായ സൗകര്യങ്ങൾ സജ്ജമാക്കുന്നതിനായി 1 വർഷത്തെ സമയം ഷോറൂം ഉടമകൾക്ക് അനുവദിച്ചിട്ടുണ്ട്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. യുഎഇയിലെ ഇന്ത്യൻ എംബസിയുടെയും ദുബായ് കോൺസുലേറ്റിന്റെയും പാസ്പോർട്ട് വിസ ഉൾപ്പെടെയുള്ള കോൺസുലർ സേവനങ്ങളുടെ കരാർ ഇനി അൽഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസിന്. വർഷങ്ങളായി ഈ സേവനങ്ങൾ നൽകി വന്നിരുന്ന BLS ഇന്റർനാഷണലിന് പകരമാണ് മലയാളി സംരംഭമായ അൽഹിന്ദ് നിർണായക കരാർ സ്വന്തമാക്കിയത്. ഇന്ത്യൻ എംബസി പുറത്തിറക്കിയ ഔദ്യോഗിക കുറിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. കരാർ ഔദ്യോഗികമായി കൈമാറിയെങ്കിലും പുതിയ സംവിധാനം എന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന തീയതി എംബസി പ്രഖ്യാപിച്ചിട്ടില്ല. നാഷണൽ ലീഗിൽ നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കി മുതിർന്ന നേതാവിന്റെ രാജി. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും IMCC GCC ചെയർമാനുമായ AM അബ്ദുള്ള കുട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെച്ചു. ലീഗിനെ എതിർക്കാൻ വേണ്ടി മാത്രമുള്ള പാർട്ടിയായി നാഷണൽ ലീഗ് മാറിയെന്നും നിലവിൽ പ്രസക്തി നഷ്ടപ്പെട്ടെന്നും ആരോപിച്ചാണ് പാർട്ടി വിട്ടത്. പാർട്ടി രൂപീകരണം മുതൽ 3 പതിറ്റാണ്ടിലേറെയായി നാഷണൽ ലീഗിനൊപ്പം സഞ്ചരിച്ച നേതാവാണ് AM അബ്ദുള്ള കുട്ടി. എന്നാൽ പാർട്ടി നിലപാടുകളിൽ പ്രതിഷേധിച്ചും നേതാക്കൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുമാണ് അദ്ദേഹം ഇപ്പോൾ പടിയിറങ്ങുന്നത്. മുസ്ലിം ലീഗിനെ എതിർക്കുക എന്നതൊഴിച്ചാൽ മറ്റൊരു രാഷ്ട്രീയ ലക്ഷ്യവും പാർട്ടിക്ക് ഇപ്പോഴില്ലെന്ന് അദ്ദേഹം വിമർശിച്ചു. എന്ത് വിഷയങ്ങൾ നമ്മളെ മുന്നിലൂടെ കടന്നു പോയാൽ പോലും അതിനോടൊന്നും പ്രതികരിക്കാതെ കേവലം നമ്മുടെ ഒരു എയിം അത് മുസ്ലിം ലീഗിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ശൈലിയാണ് കുറേ കാലങ്ങളായിട്ട് നടന്നത്. ഈ ഒരു സാഹചര്യത്തിൽ യാതൊരു ഗുണവും ലഭിക്കാത്തൊരു സാഹചര്യത്തിൽ ഞാൻ ഈ പ്രസ്ഥാനവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാൻ ഞാൻ തീരുമാനിച്ചു എന്നുള്ളത് വളരെ ഖേദത്തോടു കൂടി സങ്കടത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. രാഷ്ട്രീയമായ മാറ്റങ്ങൾക്കായി പാർട്ടിക്കുള്ളിൽ നേരത്തെ ചർച്ചകൾ നടന്നിരുന്നു എന്ന സുപ്രധാന വെളിപ്പെടുത്തലും അദ്ദേഹം നടത്തി. കഴിഞ്ഞ നിയമസഭാ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ UDFുമായി സഹകരിക്കുന്നതിനെക്കുറിച്ച് പാർട്ടിക്കുള്ളിൽ പ്രാഥമിക ചർച്ചകൾ നടന്നിരുന്നു എന്നാണ് അബ്ദുള്ളക്കുട്ടി പറയുന്നത്. അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ പാർട്ടിയിൽ വന്നിരുന്നു. ഇതിപ്പോൾ മാത്രമല്ല, ഇതിന്റെ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ സാധാരണ നമ്മൾ ഉയർത്തുന്ന രാഷ്ട്രീയം പ്രാദേശിക വികസനങ്ങളാണ്. ദേശീയ രാഷ്ട്രീയങ്ങളോ സംസ്ഥാന രാഷ്ട്രീയങ്ങളോ നമ്മൾ ഉപയോഗിക്കില്ല. അപ്പോൾ ആ അവസ്ഥയിൽ നമുക്കും അത്തരത്തിലുള്ള നീക്കങ്ങൾ ഒരു തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്താം, ഒരു ശ്രമം ഒരു പ്രഷറൈസിന്റെ ഭാഗമായിട്ട് നടത്താം എന്നൊക്കെ. വർഗീയ നിലപാടുകൾ സ്വീകരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ നേതാക്കൾ സന്ദർശിച്ച് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത് പാർട്ടിക്ക് പൊതുസമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കി. ചൂരൽമലയിലെ ദുരിതബാധിതർക്ക് 15 വീടുകൾ നിർമ്മിക്കാനുള്ള സാമ്പത്തിക ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടും ദുരന്തഭൂമി സന്ദർശിക്കാൻ പോലും പാർട്ടി നേതാക്കൾ തയ്യാറായില്ലെന്ന് അബ്ദുള്ളക്കുട്ടി കുറ്റപ്പെടുത്തി. ഈ സാഹചര്യത്തിൽ നാഷണൽ ലീഗിന് രാഷ്ട്രീയമായി പ്രസക്തിയില്ലെന്ന് വ്യക്തമാക്കിയാണ് അദ്ദേഹം രാജി പ്രഖ്യാപിച്ചത്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഇന്ത്യ നരകക്കുഴിയെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശം അനുചിതമെന്ന് ഇന്ത്യ. പരാമർശം തികച്ചും മോശമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യ US ബന്ധത്തിന്റെ യാഥാർത്ഥ്യത്തെ പരാമർശം പ്രതിഫലിപ്പിക്കുന്നില്ലെന്നും കേന്ദ്ര വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. വിവരങ്ങളുമായി R. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. അച്യുതൻ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ?
ശ്രീനിധി, ഇന്ത്യയും ചൈനയും അധിക്ഷേപിച്ചുകൊണ്ടുള്ള റേഡിയോ ഹോസ്റ്റ് മൈക്കൽ സാവേജിന്റെ ഒരു വീഡിയോ ആയിരുന്നു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കുവച്ചത്. അതിൽ ഇന്ത്യയും ചൈനയും നരകക്കുഴി എന്ന തരത്തിൽ ഒരു അധിക്ഷേപ പരാമർശമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും അതിലാണ് ഇപ്പോൾ ഇന്ത്യ അതായത് ആ പരാമർശം, ട്രംപിന്റെ ആ ഒരു പരാമർശം അനുചിതമെന്ന് അറിയിച്ചിരിക്കുന്നത്. ആ പരാമർശം തികച്ചും മോശമാണ്. ഇന്ത്യ US ബന്ധത്തിന്റെ യാഥാർത്ഥ്യത്തെ അവ പ്രതിഫലിപ്പിക്കുന്നില്ലെന്നും കേന്ദ്ര വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറയുകയുണ്ടായി. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് വിദേശകാര്യ മന്ത്രാലയം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ഈ ചോദ്യങ്ങളോട് 2 വരിയിലായിരുന്നു മറുപടി നൽകിയിരുന്നത്. അതായത് ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, റിപ്പോർട്ടുകൾ കണ്ടു, പക്ഷേ അത് അവിടെ വിടുന്നു എന്ന തരത്തിലായിരുന്നു പ്രതികരിച്ചത്. അതിനുശേഷം പ്രതിപക്ഷ പാർട്ടികൾ കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അമേരിക്ക ഇങ്ങനെ ഭയക്കുന്നത് എന്ന തരത്തിൽ ചോദ്യങ്ങൾ മുന്നോട്ട് വന്നു. എന്തായാലും അതിന് പിന്നാലെയാണ് കൂടുതൽ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവന വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ശരി, ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്. വീണ്ടും വ്യോമപാത തുറന്ന് കുവൈറ്റ്. അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചു. വിമാന സർവീസുകൾ പുനരാരംഭിച്ചിട്ടില്ല. വിവരങ്ങൾ പങ്കുവയ്ക്കാൻ മുഹമ്മദ് റഹീസ് കൂടി ചേരുന്നുണ്ട്. റഹീസ്, ഇതാ വീണ്ടും വ്യോമപാത തുറന്നിരിക്കുകയാണ്, എന്നാൽ വിമാന സർവീസുകൾ പുനരാരംഭിച്ചിട്ടില്ല എന്നുകൂടി മനസ്സിലാക്കുന്നു. ഇതിൽ ഗൾഫ് മേഖലയിൽ ഒന്നാകെ ഈ സംഘർഷത്തിന് ശേഷം പലതവണ ഈ വ്യോമപാത അടയ്ക്കുകയും ഒപ്പം തന്നെ പല വിമാന താവളങ്ങളുടെയും പ്രവർത്തനം നിലയ്ക്കുകയും ഭാഗികമായി തടസ്സപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതുവരെയും വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ കഴിയാതിരിക്കുന്നത് ഈ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നാണ്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ 4 തവണയാണ് ആക്രമണം ഉണ്ടായത്. കാര്യമായിട്ടുള്ള കേടുപാടുകൾ വിമാനത്താവളത്തിനുള്ളിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അപ്പോൾ എണ്ണ ടാങ്കറുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ ആക്രമണത്തിൽ വിമാനത്താവളത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെയും പരിഹരിച്ചു വരികയാണ്. അതിന്റെ ഭാഗമായി ഒരു അടുത്ത ഘട്ടം എന്ന രീതിയിൽ ഉടൻ വിമാന സർവീസുകൾ തുടങ്ങാൻ കഴിയും, എയർപോർട്ട് തുറക്കും എന്നുള്ള വിവരം 2 ദിവസം മുൻപ് സിവിൽ ഏവിയേഷൻ വിഭാഗം അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിമാനത്താവളം തുറന്നിരിക്കുന്നത്. ഈ വിമാനത്താവളങ്ങൾ തുറന്നിരിക്കുന്നത് പൂർണ്ണാർത്ഥത്തിലല്ല, അതായത് സർവീസുകൾ തുടങ്ങി എന്ന് ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല, മറിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ ചില ഡേ ടു ഡേ റൊട്ടീൻ വർക്കുകൾ അവിടെ നടക്കാനുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വിമാനത്താവളം തുറന്നിരിക്കുന്നത് എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ഈ സുരക്ഷാ മുൻകരുതലുകളൊക്കെ സ്വീകരിച്ച് വേണ്ട സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തി നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ചില അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിയതിനു ശേഷം മാത്രമേ ഈ വിമാനത്താവളം വീണ്ടും പ്രവർത്തനമാക്കുകയുള്ളൂ. ഒപ്പം തന്നെ വിമാന സർവീസുകൾ തുടങ്ങണമെങ്കിൽ 2 ദിവസം കൂടി കാത്തിരിക്കണം എന്നുള്ള സൂചനകളാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഒരു പക്ഷേ ഈ ആഴ്ചയുടെ അവസാനത്തോടുകൂടി ഒരു പക്ഷേ വിമാന സർവീസുകൾ വീണ്ടും തുടങ്ങാൻ കഴിയും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം കുവൈറ്റ് കേന്ദ്രീകരിച്ച് വിമാന സർവീസുകൾ നടക്കുന്നില്ല എന്നത് കേരളത്തിൽ നിന്നടക്കമുള്ള പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമകരമായ ഒരു സാഹചര്യമാണ്. പലരും പല വഴി കറങ്ങിയാണ് ഇപ്പോൾ നാടുകളിലേക്ക് പോകുന്നത്. എന്തായാലും ഈ ആഴ്ച അവസാനത്തോടുകൂടി അതിനൊരു അറുതി ഉണ്ടാകും, പരിഹാരം ഉണ്ടാകും. ഒപ്പം തന്നെ വിമാനത്താവളം തുറന്നു പ്രവർത്തിക്കും എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. ശ്രീനിധി, തീർച്ചയായും ഇത്തരത്തിലൊരു സംഘർഷ സാഹചര്യത്തിൽ ഇതാ വീണ്ടും വ്യോമപാത തുറന്നിരിക്കുകയാണ്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചു. എന്നാലും മറ്റു കുറച്ചു കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അത്തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ തന്നെ വിമാന സർവീസുകൾ പുനരാരംഭിക്കും എന്നുകൂടിയുള്ള വിവരങ്ങളാണ് റഹീസ് പങ്കുവച്ചത്. ഹോർമുസ് കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഇറാനിയൻ ബോട്ടുകളെ കണ്ടാലുടൻ വെടിവെച്ചിടാൻ US നാവികസേനയ്ക്ക് കർശന നിർദ്ദേശം നൽകി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിനെ ഈ നീക്കം അപകടത്തിലാക്കിയേക്കാം. ഹോർമുസിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ നീക്കം ചെയ്യുന്നതിനുള്ള സൈനിക നടപടികൾ ഊർജിതമാക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി. നിലവിൽ നടക്കുന്ന മൈൻ നീക്കം ചെയ്യൽ നടപടികൾ 3 ഇരട്ടി വേഗത്തിലാക്കാൻ ഉത്തരവിട്ടതായും ട്രംപ് അറിയിച്ചു. വങ്കനാടും തമിഴകവും വിധിയെഴുതി. തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചരിത്ര പോളിംഗ്. വൈകിട്ട് 6 മണി വരെ 85.13% പോളിംഗ് രേഖപ്പെടുത്തി. 2011 78.02% എന്ന റെക്കോർഡാണ് പഴങ്കഥയായത്. പോളിംഗ് സമയം കഴിഞ്ഞും പലയിടങ്ങളിലും നിരവധി വോട്ടേഴ്സ് ക്യൂവിൽ കാത്തുനിന്ന് സമ്മതിദാനാവകാശം വിനിയോഗിച്ചു.
വിജയ് ഘടകമല്ലെന്നും 20 ലക്ഷം വോട്ടുകൾ മാത്രമാണ് അധികമായി പോൾ ചെയ്തതെന്നും DMK വക്താവ് TK ഇളങ്കോവൻ 24-നോട് പറഞ്ഞു. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രമുഖരും ഉച്ചയ്ക്ക് മുന്നേ വോട്ട് രേഖപ്പെടുത്തി. പോളിംഗ് ആരംഭിച്ച 7 മണി മുതൽ എല്ലാ ബൂത്തുകളിലും സജീവമായി വോട്ടേഴ്സ് എത്തി. ആദ്യ 2 മണിക്കൂറിൽ രേഖപ്പെടുത്തിയത് 18% വോട്ട്. അത് ചരിത്രത്തിലേക്കുള്ള കൃത്യമായ സൂചനയായിരുന്നു. EVM തകരാറോ സാങ്കേതിക പ്രശ്നങ്ങളോ കാര്യമായി റിപ്പോർട്ട് ചെയ്തില്ല. തീർത്തും സമാധാനപരമായിരുന്നു പോളിംഗ്. 85,000-ഓളം പോലീസും 300 കമ്പനി കേന്ദ്രസേനയുമാണ് സുരക്ഷയൊരുക്കിയത്. നിർണായക തെരഞ്ഞെടുപ്പിലെ ചരിത്ര ഭൂരിപക്ഷം ആരെ തുണയ്ക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. പുതുച്ചേരിയിൽ പോളിംഗ് വർദ്ധിച്ചത് TVKയുടെ വരവോടെയെന്ന് അധ്യക്ഷൻ വിജയ് അവകാശപ്പെട്ടിരുന്നു. അതേ കാര്യം തന്നെ തമിഴ്നാട്ടിലും നടക്കുമ്പോൾ അത് TVK ഉയർത്തിക്കാട്ടും. എന്നാൽ പോളിംഗ് ശതമാനത്തിൽ കാര്യമില്ലെന്നും ആകെ പോൾ ചെയ്ത അധിക വോട്ടുകൾ 20 ലക്ഷം മാത്രമെന്നും DMK വക്താവ് TK ഇളങ്കോവൻ 24-നോട് പറഞ്ഞു. 20 lakh votes, no, the more votes polled this time from last election to this election. In 2021 and 2026, only 20 lakhs votes number of votes have increased. We don't see the percentage. The total number of votes polled is only 20 lakhs more. 2011 റെക്കോർഡ് പോളിംഗിൽ 203 സീറ്റുകൾ നേടി അധികാരത്തിലെത്തിയത് AIADMK സഖ്യമായിരുന്നു. 51.9% വോട്ടുകൾ സഖ്യം നേടി. എന്നാൽ അന്ന് ADMKയ്ക്കൊപ്പമുണ്ടായിരുന്ന DMDKയും ഇടതു പാർട്ടികളുമെല്ലാം ഇന്ന് DMK സഖ്യത്തിനൊപ്പമുണ്ട്. 22 പാർട്ടികളുടെ വിശാല സഖ്യം, അതാണ് DMKയുടെ ആത്മവിശ്വാസം. TVKയുടെ വോട്ടുകൾ ഈ തിരഞ്ഞെടുപ്പിൽ നിർണായകമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ജനാധിപത്യത്തിന്റെ മഹോത്സവം, അത് ചരിത്രം കുറിക്കുകയാണ് ഇക്കുറി തമിഴ്നാട്ടിൽ. ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള പോളിംഗ് ആണ് തമിഴ്നാട് ഇന്ന് രേഖപ്പെടുത്തിയത്. ചെന്നൈയിലെ സ്റ്റെല്ല മേരീസ് കോളേജിൽ നിന്ന് ശ്രീകാന്ത് ഗൗരീശപട്ടത്തിനൊപ്പം മനേഷ് മൂർത്തി, 24. പശ്ചിമബംഗാൾ നിയമസഭയിലേക്കുള്ള 1ാം-ഘട്ട വോട്ടെടുപ്പിൽ റെക്കോർഡ് പോളിംഗ്. ഒടുവിൽ ലഭിക്കുന്ന കണക്ക് പ്രകാരം പോളിംഗ് 91.68% പിന്നിട്ടു. ബംഗാളിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണിത്. മുർഷിദാബാദ് അടക്കം ചിലയിടങ്ങളിൽ അക്രമ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് കൊല്ലം ജില്ലയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഈ മാസം 29 വരെ എല്ലാ സ്വകാര്യ ട്യൂഷൻ ക്ലാസുകൾക്കും അവധിക്കാല ക്ലാസുകൾക്കും ക്യാമ്പുകൾക്കും നിരോധനം. പുറം ജോലിയിൽ ഏർപ്പെടുന്ന തൊഴിലാളികളുടെ ജോലി സമയം പുനഃക്രമീകരിച്ചുകൊണ്ടുള്ള ഉത്തരവ് കർശനമായി പാലിക്കണമെന്നും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. വിവരങ്ങൾ പങ്കുവയ്ക്കാൻ സൂര്യഗായത്രിയാണ് ചേരുന്നത്. സൂര്യഗായത്രി, സംസ്ഥാനത്തുടനീളം മുന്നറിയിപ്പുണ്ട്. ഇപ്പോൾ കൊല്ലത്തിത ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്താണ് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. ശ്രീനിത, നാളെ കൊല്ലം ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഓറഞ്ച് അലേർട്ടാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് കൂടുതൽ നിയന്ത്രണങ്ങൾ ജില്ലയിൽ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് ജില്ലാ കളക്ടർ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഏപ്രിൽ 29 വരെ എല്ലാ സ്വകാര്യ ട്യൂഷൻ ക്ലാസുകൾക്കും അവധിക്കാല ക്ലാസുകൾക്കും ക്യാമ്പുകൾക്കും നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കുട്ടികൾ നേരിട്ട് പങ്കെടുക്കുന്ന, അതായത് ഓഫ്ലൈൻ ക്ലാസുകൾക്കാണ് ഈ നിർദ്ദേശങ്ങൾ ബാധകമായിട്ടുള്ളത്. അതുകൂടാതെ പകൽ സമയം പുറം ജോലികളിൽ ഏർപ്പെടുന്ന തൊഴിലാളികളുടെ ജോലി സമയം പുനഃക്രമീകരിച്ചിട്ടുണ്ട്. ആ ഉത്തരവ് കർശനമായിട്ട് പാലിക്കണം എന്നുള്ള നിർദ്ദേശമുണ്ട്. കൂടാതെ ഓൺലൈൻ ഭക്ഷണ വിതരണക്കാർ, അതിഥി തൊഴിലാളികൾ, ഓട്ടോ ടാക്സി തൊഴിലാളികൾ എന്നിവർക്ക് ആവശ്യമായിട്ടുള്ള സുരക്ഷാ നിർദ്ദേശങ്ങൾ അത് നൽകണം എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. ട്രാഫിക് ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷ ഉറപ്പാക്കുക അടക്കമുള്ള കാര്യങ്ങളിൽ കർശനമായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതോടെ ഗൾഫ് ടുഡേ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി, നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.